ഞാനും പ്രിയനും ഒരു 5 ഡേയ്സ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഞങ്ങളുടെ ഹണിമൂൺ എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണിത്. ആൻഡ് ഈ ഒരു ട്രിപ്പ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നടന്ന ഒരു ട്രിപ്പാണ്. അതായത് ഞങ്ങൾ പോകുന്നതിൻ്റെ വെറും 2 ദിവസം മുന്നേ മാത്രമാണ് ഞങ്ങളിങ്ങനെ പോകാമെന്ന് ആലോചിക്കുന്നതും ഫിക്സ് ചെയ്യുന്നതും ഒക്കെ വെറും 2 ദിവസം കൊണ്ട് മാത്രമാണ്. അതായത് ഞങ്ങൾ പോകുന്നത് തിങ്കളാഴ്ച രാത്രിയാണ്. ശനിയാഴ്ച ഈവനിങ് ആണ് ഞങ്ങൾ ഇങ്ങനെ പോകാം എന്ന് ആലോചിക്കുന്നത് പോലും. അപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വെറും 48 മണിക്കൂർ കൊണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയ ട്രിപ്പാണിത്. ആൻഡ് ഞങ്ങൾ പോകുന്നത് മലേഷ്യയിലോട്ടാണ്. പിന്നെ ഞങ്ങൾ ട്രാവൽ ഏജൻസിയോ പാക്കേജും ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ സെൽഫായിട്ട് പോകാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഇനി വരുന്ന വീഡിയോസ് കാണുവാണെങ്കിൽ ഞങ്ങൾ ഫുൾ 5 ഡേയ്സ് ഐറ്റിനറി പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഞങ്ങൾ എയർ ഏഷ്യൻ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. പകുതി സീറ്റ്സും വേക്കൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്ത്യ ടു മലേഷ്യ ഡെയിലി സർവീസുള്ള ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് ബാക്കിലോട്ടുള്ള സീറ്റ്സ് ഫുൾ വേക്കൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് സീറ്റ്സ് ഷിഫ്റ്റ് ചെയ്ത് വിൻഡോ സീറ്റിലോട്ട് മാറി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി മെനു നോക്കിയപ്പോൾ ഫുൾ മലേഷ്യൻ ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഇവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് കരുതി, മലേഷ്യൻ ഫുഡ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ചെറിയ ലൈറ്റായിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങാനൊക്കെ നോക്കി, പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല. 4 മണിക്കൂറാണ് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ. ബാക്കിൽ കുറേ പേരൊക്കെ കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ട്. കാരണം സീറ്റ്സ് വേക്കൻ്റ് ആയതുകൊണ്ട് സ്റ്റാഫ് അതിനൊക്കെ സമ്മതിച്ചു. പിന്നെ ഞങ്ങളുടെ ഈ ട്രിപ്പിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ പോകുന്നതിന് 2 ദിവസം മുന്നേ ആണ് പോകാമെന്ന് ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതൊക്കെ. അപ്പം പെട്ടെന്ന് ശനിയാഴ്ച വൈകിട്ട് പ്രിയം പറഞ്ഞു നമുക്ക് മൂന്നാർ വരെ പോയിട്ട് വരാമെന്ന് പറയുന്ന രാഗത്തോടു കൂടി പ്രിയം പറഞ്ഞു നമുക്ക് മലേഷ്യ വരെ തിങ്കളാഴ്ച പോയാലോ. അപ്പോൾ ആദ്യം എനിക്ക് കേട്ടപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു 5 ഡേയ്സ് ട്രിപ്പ് ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് പാക്കേജും ട്രാവൽ ഏജൻസിയുടെയും ഹെൽപ്പൊന്നുമില്ല, സെൽഫായിട്ട് പോയിട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയം പറഞ്ഞു നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശനിയാഴ്ച രാത്രി തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തു. പിന്നെ സൺഡേ യൂട്യൂബിലൊക്കെ കുറേ റിസർച്ച് ചെയ്തിട്ട് 2 ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്തു. 3 സ്റ്റാറും 5 സ്റ്റാറും നമ്മൾ ബുക്ക് ചെയ്തു. ആൻഡ് സൺഡേ ഫുൾ ഇരുന്ന് ഐറ്റിനറി പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം ഞങ്ങൾ അവിടെ ചെന്നിട്ട് 5 ഡേയ്സ് നമ്മളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുൾ ഐഡിയ ആയിട്ട് പോയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ 5 ഡേയ്സിൻ്റെ ഫുൾ A to Z കാര്യങ്ങൾ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് എവിടെയൊക്കെ പോകണം, എത്ര മണിക്ക് എത്തണം, എങ്ങനെ പോകണം എന്ന് വരെ നമ്മൾ ഡീറ്റെയിൽഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അങ്ങനെ മൺഡേ ഫുൾ പാക്കിംഗ് ആയിരുന്നു. പെട്ടെന്നുള്ള ട്രിപ്പായത് കാരണം എന്തൊക്കെയോ എടുത്ത് വെച്ച് ഞങ്ങൾ പാക്ക് ചെയ്തു. പിന്നെ മൺഡേ രാത്രിയാണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഈ ട്രിപ്പ് കൊണ്ട് എനിക്ക് മനസ്സിലായത് വെറും 1-2 ദിവസം കൊണ്ട് നമുക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയിട്ട് വരാമെന്നാണ്. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നിട്ടില്ല, പല സാഹചര്യങ്ങളും കാരണം. പക്ഷേ ഈ ഒരു ട്രിപ്പ് വെറും 1-2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് സക്സസ് ആയിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു. അപ്പം ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ വ്ളോഗും ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ കമ്മിങ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.